ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ 1 കോടി രൂപയിലധികം തുക നെഹ്റു ട്രോഫി വള്ളംകളിക്കായി അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് പി ചിത്തരഞ്ജൻ എംഎൽഎ. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാർക്കും ഇത് സംബന്ധിച്ച് ധാരണയുണ്ടെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. സെപ്റ്റംബർ 28-ന് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുവാൻ NDBR സൊസൈറ്റിയുടെ യോഗത്തിൽ തീരുമാനമെടുത്ത ശേഷം കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പി ചിത്തരഞ്ജൻ എംഎൽഎ. പിന്നെ ബോട്ട് ക്ലബ്ബുകൾക്ക് വന്നിട്ടുള്ള ഇതിന്റെ ഭാഗമായി സിപിഎല്ലിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന ബോണസ് എല്ലാം കൂടെ ചേർത്ത് 46 ലക്ഷം രൂപ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ യോഗത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ 1 കോടി രൂപ ഗവൺമെന്റ് തരുന്നുണ്ട്. നേരത്തെ 25 ലക്ഷമാണ്, പിന്നെ 50 ലക്ഷമായി, അത് പിന്നെ 1 കോടിയായി. ആ 1 കോടി രൂപ നൽകുന്നതോടൊപ്പം ഒരു വർധനവ് കൂടെ നൽകണം എന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കണം എന്ന് NDBR സൊസൈറ്റി തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരും ഈ മീറ്റിംഗിൽ ഓൺലൈനിലൂടെ പങ്കെടുത്തിരുന്നു. പി പ്രസാദും സജി ചെറിയാനും അവരോടും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ വള്ളംകളിയുടെ അനുബന്ധ പരിപാടികൾ മാറ്റി എന്നുള്ളതല്ലാതെ വള്ളംകളിയുടെ എല്ലാ ഗാംഭീര്യവും ഉണ്ടാകും, അതിന്റെ എല്ലാ ആവേശവും ഉണർവും ഉണ്ടാക്കും. വള്ളംകളി ഒരു ഹരമാണ്. അത് പുന്നമടക്കായലിന്റെ വള്ളങ്ങളിൽ അതുണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ബാക്കി ആ ഒരു ദിവസക്കാലത്തെ എല്ലാ പശ്ചാത്തലവും അനുബന്ധമായുള്ള കൾച്ചറൽ പരിപാടികൾ, അതുപോലെ തന്നെ പിന്നെ വഞ്ചിപ്പാട്ട് മത്സരങ്ങൾ, മറ്റ് കുറെ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഈ വള്ളംകളിയെ ഏറ്റവും നല്ല സ്പിരിറ്റോടുകൂടെ സംഘടിപ്പിച്ച് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ് എത്തിച്ചേർന്ന ഒരു ധാരണ. വള്ളംകളിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചെങ്കിലും ജലോത്സവം അതിന്റെ പ്രൗഢിയിൽ തന്നെ നടത്തുമെന്നും MLA പറഞ്ഞു. CBLുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നേരിട്ട നഷ്ടം കൂടി കണക്കിലെടുത്താണ് 1 കോടിയിൽ അധികമായ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്നും പി ചിത്തരഞ്ജൻ വ്യക്തമാക്കി. വള്ളംകളിയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ കളക്ടർ അലക്സ് വർഗീസ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിക്കാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വള്ളംകളി സംരക്ഷണ സമിതി. നെഹ്റു ട്രോഫി ജലമേളയുടെ തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വള്ളങ്ങൾക്കുള്ള ബോണസ് തുകയുടെ 50% അടിയന്തരമായി അനുവദിക്കണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നമുക്ക് നെഹ്റു ട്രോഫി ജലമേള നടക്കത്തില്ലെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പായ സാഹചര്യത്തിലാണ് വള്ളംകളി പ്രേമികളും കുട്ടനാട്ടിലെ വള്ളംകളി കൂട്ടായ്മകളും ബോട്ട് ക്ലബ്ബുകളും അതേപോലെ ചുണ്ടൻവള്ള സമിതികളെല്ലാം ഒരു വലിയൊരു പ്രതിഷേധത്തിലേക്കും ക്യാമ്പയിനുകളൊക്കെ നടത്തി മുമ്പോട്ട് പോയത്. ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മൾ രൂപീകരിച്ച ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ് വള്ളംകളി സംരക്ഷണ സമിതി. സർക്കാർ സംവിധാനങ്ങളും NDBR സൊസൈറ്റിയും വള്ളങ്ങൾക്ക് നൽകാനുള്ള ഗ്രാന്റ് തുക, ബോണസ് തുകയുടെ പകുതി അടിയന്തരമായി ഈ ഒരു 3-4 ദിവസത്തിന് മുമ്പേ, ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നൽകുകയും ബാക്കി തുക നെഹ്റു ട്രോഫിയുടെ 2 ദിവസം മുമ്പേയും നൽകണമെന്നുള്ള ഒരു ആവശ്യം വള്ളംകളി സംരക്ഷണ സമിതി മുമ്പോട്ട് വെക്കുകയാണ്. CBL മത്സരങ്ങൾ ലക്ഷ്യമിട്ടാണ് വിവിധ ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങളും വൻതുക മുടക്കി പ്രൊഫഷണൽ കായിക താരങ്ങൾ അടക്കമുള്ളവരെ കളത്തിലിറക്കിയതെന്ന് വള്ളംകളി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. പിരിച്ചുവിട്ട ക്യാമ്പുകൾ പുനഃക്രമീകരിച്ച് ട്രയൽ നടത്താൻ ഇനിയും വൻതുക കണ്ടെത്തണം. ആദ്യഘട്ട പരിശീലനം പലരും പൂർത്തിയാക്കിയത് കടബാധ്യതയിലാണ്. അതിൽ നിന്ന് രക്ഷതേടാൻ CBL മത്സരങ്ങൾ അനിവാര്യമാണ്. CBL ഇല്ലാതായതോടെ പ്രാദേശികമായി നടത്തിയിരുന്ന കരുവാറ്റ, കല്ലട, പുളിങ്ങുന്ന് ജലോത്സവങ്ങളും മുടങ്ങുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ചെറുവള്ളങ്ങൾ മാത്രം അണിനിരക്കുന്ന ബേപ്പൂർ വള്ളംകളിക്ക് 2.45 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തുകയിൽ നിന്ന് 50% ബോണസ് നേരത്തെ നൽകണം. തുഴച്ചിൽക്കാരായ 4000-ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് ജലോത്സവം. വള്ളസമിതിയും ക്ലബ്ബുകാരും 50 ലക്ഷം മുതൽ 75 ലക്ഷം വരെ ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് നടക്കുന്ന നീരേറ്റുപുറം, പായിപ്പാട് ജലോത്സവങ്ങൾ പരിശീലനത്തിന് കൂടുതൽ സഹായകരമാകും. അടുത്ത വർഷം മുതൽ ആഗസ്റ്റ് 2-ാം ശനിയാഴ്ച മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബറിൽ നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ മോൻസ് കരിയമ്പള്ളിൽ ചമ്പക്കുളം, പ്രജിത് പുത്തൻവീട്ടിൽ, ജഗേഷ് വിയപുരം, ആര്യാമോൾ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വിവിധ ഓഫീസുകളിൽ ബിന്നുകൾ സ്ഥാപിക്കുന്നു. പരിപാടിയുടെ ആലപ്പുഴ ഏരിയ തല ഉദ്ഘാടനം സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ നടത്തി. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടി H. സലം MLA ഉദ്ഘാടനം ചെയ്തു.
പഴയ ആലപ്പുഴ, ഇവിടെ പഴയ ആലപ്പുഴക്കാർക്കറിയാം. പണ്ട് ഈ നഗരത്തിലേക്ക് എത്തിയ നഗരത്തിലെ പല പോയിന്റുകളും വേസ്റ്റ് ഡംപ് ചെയ്യുന്ന പോയിന്റുകളായിരുന്നു. ആ ഭാഗത്തൂടെ നമ്മൾ സഞ്ചരിച്ചാൽ വലിയ ചീഞ്ഞു നാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്ന നഗരത്തിലെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഏതെല്ലാം പോയിന്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നതെന്ന് നമുക്കെല്ലാം മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എവിടെയൊക്കെയായിരുന്നു വേസ്റ്റ് എറിഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം എന്നുള്ളതായിരുന്നു. ഇന്ന് പക്ഷേ ഇപ്പോൾ ആലപ്പുഴ നഗരത്തിൽ നമ്മൾ അങ്ങനെ പോയാൽ അങ്ങനെയുള്ള പോയിന്റ് കാണാൻ കഴിയില്ല. അതില്ലാതാക്കിയത് ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുക എന്ന ഏറ്റവും പ്രാക്ടിക്കലായ ഫലപ്രദമായ പ്രോജക്റ്റ് വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്ന ഭാഗമായിട്ടാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മാലിന്യ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്നുള്ളത് അതേ മാതൃകയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത്തരം പ്രവർത്തനം വിജയിപ്പിക്കാൻ നിശ്ചയമായും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വിപുലമായ തരത്തിലുള്ള സഹകരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ ഗസറ്റ് ഓഫീസേഴ്സിന്റെ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമായി KGOA ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ഉദ്ഘാടന യോഗത്തിൽ KGOA ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. വേണുക്കുട്ടൻ നായർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ജില്ലാ രജിസ്ട്രാർ ജനറൽ എബി ജോർജ്, KGOA ഏരിയ ജോയിന്റ് സെക്രട്ടറി റെജി ദാസ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പണ്ടാരക്കളം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ബുധനാഴ്ച രാവിലെ 10-ന് കുട്ടനാടി MLA തോമസ് K. തോമസ് ഫ്ലൈ ഓവറിന്റെ ഉദ്ഘാടനവും ആദ്യ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. മേൽപ്പാലം തുറന്നിരിക്കുകയാണ്. ഈ ഓവർഹെഡ് ലൈനിൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് സമയമായിട്ട് ഒരാളെങ്കിലും MLA കൂടെ ചേർന്ന് ഈ വിഷയം കളക്ടർ സാന്നിധ്യത്തിൽ പരിഹരിക്കപ്പെട്ടു. അതിനുവേണ്ട എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമാണ്. ഇന്ന് അത് തുറന്നു കൊടുത്തിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ പണികളെല്ലാം പൂർത്തീകരിച്ചു. ഈ ട്രാഫിക് ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കിയ ഒരു പ്രദേശമാണിത്. ഞങ്ങൾക്ക് ഒരാളെങ്കിലുകാരോട് പറഞ്ഞത് തന്നെയാണ്. കാരണം ഏറ്റവും വലിയ തലവേദനയായിരുന്നു. അതിനെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അത് തുറന്നു കൊടുത്തിരിക്കുകയാണ്. 2022 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2023 അവസാനത്തോടുകൂടി പൂർത്തീകരിച്ചെങ്കിലും മേൽപ്പാലവും KSEB ടവർ ലൈനുമായി വേണ്ടത്ര അകലമില്ലാതിരുന്നതിനാൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് KSEB ടവറിന്റെ ഉയരം കൂട്ടുന്ന പ്രവൃത്തികളും വൈകി. മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലൂടെ വാഹനങ്ങൾ പോകാൻ സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിലും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഒറ്റവരിപ്പാത ആയതിനാൽ ഇവിടെ രാത്രികാലങ്ങളിൽ യാത്രക്കാർക്ക് പലപ്പോഴും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. KSEB ടവറിന്റെ ഉയരം കൂട്ടുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചതിനു ശേഷമാണ് ഗതാഗതത്തിനായി മേൽപ്പാലം ഇപ്പോൾ തുറന്നുകൊടുത്തിട്ടുള്ളത്. പാലം തുറന്നുകൊടുത്തതോടെ AC റോഡിൽ ഏറ്റവുമധികം ഗതാഗതക്കുരുക്കുണ്ടാകുന്ന ഭാഗത്തെ പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത്. ഫ്ലൈ ഓവറിൽ ടാറിംഗ് അടക്കമുള്ള ചില ജോലികൾ ബാക്കിയാണ്. എങ്കിലും ഓണക്കാലത്തുണ്ടാകുന്ന തിരക്ക് കൂടി കണക്കിലെടുത്ത് മേൽപ്പാലം തുറന്നു കൊടുക്കുകയായിരുന്നു. AC റോഡിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവറാണ് പണ്ടാരക്കുളത്തേത്. ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ പാലം പൊളിച്ചുമാറ്റി അവിടെ പുതിയ പാലവും ഉൾപ്പെടുത്തിയ രീതിയിലാണ് 628 മീറ്റർ നീളത്തിൽ ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ടുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയൻ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ആലപ്പുഴയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് EMS സ്റ്റേഡിയത്തിന് സമീപം സമാപിച്ചു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മാർച്ചിന് ശേഷം ചേർന്ന ധർണാ യോഗം യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന തൊഴിൽ സുരക്ഷ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് എല്ലാ വകുപ്പുകളിലേക്കും കേന്ദ്രം കടന്നു വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ സൈനിക വകുപ്പിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തിനെതിരെ നമ്മൾ പ്രതിഷേധം നടത്തി. സൈനിക ക്ഷേമ ജില്ലാതല ഓഫീസുകൾ അല്ലെങ്കിൽ സൈനിക ക്ഷേമ ഓഫീസ് എന്ന് പറയുന്ന വകുപ്പ് എന്ന് പറയുന്നത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകൾക്ക് ആനുകൂല്യം ഉറപ്പാക്കുകയും ജോലി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പാണ്. അവിടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ വകുപ്പിലെ ജീവനക്കാർക്കുള്ള പ്രൊമോഷനുകളാണ്. ഇപ്പൊ എന്താ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്? ജില്ലാ ഓഫീസർ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഹയർ പോസ്റ്റുകളിലേക്കും സൈന്യത്തിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കാൻ തീരുമാനിക്കുക. വിരമിച്ച ആളുകളെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ രാജ്യസ്നേഹം പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ആ രാജ്യസ്നേഹ സേവനം ചെയ്തതിന്റെ ഭാഗമായി കിട്ടുന്ന ഒരു ആനുകൂല്യം ആ കാലഘട്ടങ്ങളിൽ പണിയെടുത്ത പട്ടാളക്കാർക്ക് നിഷേധിക്കപ്പെടുകയാണ്.
സമര പരിപാടികൾക്ക് ജില്ലാ സെക്രട്ടറി സി സലീഷ്, ട്രഷറർ എൻ അരുൺകുമാർ, സെക്രട്ടേറിയറ്റ് അംഗം കെ ഇന്ദിര തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലപ്പുഴ നഗരസഭയിലെ മാലമോഷണ വിവാദത്തിൽ ആരോപണ വിധേയനായ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജയമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. ജീവനക്കാരനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട ചെയർപേഴ്സൺ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ആലപ്പുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്റെ മാലമോഷണം പോയതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് കൌൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ ചെയർപേഴ്സൺ കെ ജയമ്മ അറിയിച്ചു. മുനിസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണത്തെ തുടർന്നാണ് ജീവനക്കാരനെ മാറ്റി നിർത്തിയത്. ഇത് സംബന്ധിച്ച് ഇയാൾക്ക് കത്ത് നൽകിയതായും ചെയർപേഴ്സൺ കെ ജയമ്മ അറിയിച്ചു. എന്നാൽ ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ചെയർപേഴ്സൺ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രതിപക്ഷം കൌൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും പ്രതിപക്ഷ അംഗങ്ങൾ നഗരസഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. അതേസമയം CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന താൽക്കാലിക ജീവനക്കാരനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് നഗരസഭയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ, ആലപ്പുഴ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. നമ്മുടെ വീട്ടിലാണ് ഒരു കൊലപാതകം നടക്കുന്നതെങ്കിൽ പോലീസുകാർ വീട്ടിൽ വന്ന് കൊലപാതകത്തെ പറ്റി ചോദിക്കുമ്പോൾ എന്റെ വീട്ടിൽ നടന്ന കൊലപാതകം ഞാൻ നോക്കിക്കോളാം എന്ന മറുപടി പോലീസുകാരോട് പറയാൻ വേണ്ടി പറ്റുമോ? വീട്ടിലൊരു മോഷണം നടന്നാൽ ഈ രാജ്യത്ത് ഏത് ക്രിമിനൽ നടന്നാൽ, ക്രിമിനൽ ഒഫൻസ് നടന്നാലും ദാറ്റ്സ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് ദി സ്റ്റേറ്റ്. അതാണ് നിയമം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏത് ഒരു കുറ്റകൃത്യവും സംസ്ഥാനത്തിന് നേരെ, ദേശീയതയ്ക്ക് നേരെ, രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റകൃത്യത്തിൽ as it's an offense against the state, ആർക്ക് വേണമെങ്കിലും കേസെടുക്കാം. നമുക്കൊരുമിക്കാം ആന്റി മൈക്രോബെയിൽ പ്രതിരോധത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ AMR നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധയുമായ ഡോക്ടർ വി ശാന്തി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആന്റി മൈക്രോബ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? മൈക്രോബ്സ് എന്ന് പറയുന്നത് മനുഷ്യർക്കും നല്ല മൃഗങ്ങൾക്കും എല്ലാവർക്കും രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ. അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, പാരസൈറ്റ് ആവാം, ഏത് തരം അണുക്കളായാലും മൈക്രോബ്സ് ഉണ്ടാക്കുന്ന ആ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ, അതാണ് ആന്റി മൈക്രോബിയൽസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സ് വലിച്ചെറിയാൻ പാടില്ല. ഇനി നമ്മളുടെ ഹോസ്പിറ്റലിൽ ആന്റിബയോട്ടിക്സ് സ്മാർട്ട് ആവുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ആ ക്രൈറ്റീരിയ, ആ നിർദ്ദേശങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ടാണ് നമ്മളുടെ ഹോസ്പിറ്റൽ ഇനി ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആന്റിബയോട്ടിക്സ് മിച്ചമുള്ളതൊന്നും വലിച്ചെറിയാൻ പാടില്ലെന്ന്. അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് തിരിച്ച് അടുത്ത തവണ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇത് നിക്ഷേപിക്കാനായിട്ട് ഒരു ബിൻ നമ്മളുടെ ഫാർമസിയുടെ മുമ്പിൽ വെക്കുന്നതായിരിക്കും. ഉദ്ഘാടന യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ ആന്റിബയോട്ടിക് ബ്ലൂ കവറിന്റെ പ്രകാശനവും നിർവഹിച്ചു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ, ഫാർമസി സ്റ്റോർ കീപ്പറായ വി ഷാജിക്ക് കവർ നൽകിക്കൊണ്ടായിരുന്നു പ്രകാശന കർമ്മം. ഡോക്ടർ PK ബീന, ഡോക്ടർ സുഞ്ജിത്ത്, നഴ്സിംഗ് സൂപ്രണ്ട് KP ബീന, ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ആന്റിബയോട്ടിക് സ്മാർട്ടാകുന്നതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടും കൂടിയായിരുന്നു സെമിനാർ. നെടുമുടി ചെമ്പമ്പുറം ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചെമ്പമ്പുറം ഹെൽത്ത് സെന്ററിൽ ജീവിതശൈലി രോഗ പരിശോധനകൾക്കായി എത്തുന്ന രോഗികൾക്ക് ലഘുഭക്ഷണം നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നത്. ക്ലബ് പ്രസിഡന്റ് M സുരേഷിന്റെ അധ്യക്ഷതയിൽ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം NS കുഞ്ഞുമോൻ ലഘുഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ ആശുപത്രിയിൽ HCD ദിവസങ്ങളിലുള്ള രോഗികളുടെ എണ്ണം ഒരുപാട് പേര് 100-150ഓളം രോഗികളാണ് നമ്മുടെ ഈ ആശുപത്രിയിൽ സ്ഥിരമായിട്ട് വരുന്നത്. രാവിലെ വന്ന് ബ്ലഡ് കൊടുത്തിട്ട് ഇപ്പോൾ പലരും
ഭക്ഷണം കഴിക്കാൻ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നു. പലരും ഇവിടെ കഴിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്ത് തന്നെയായാലും നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാരുടെയും മറ്റ് സ്റ്റാഫുകളുടെയും മനസ്സിൽ ഉദിച്ചു വന്ന ആ ഒരു നല്ല ആശയം നമുക്ക് തന്നെ അറിയാം. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തന്നെ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ DMO കോൺഫറൻസിലൊക്കെ പ്രത്യേക ഒരു അഭിനന്ദിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് തന്നെ മാറി. തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ ജനങ്ങളുടെയും ആവശ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനകത്ത് ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പ്രവർത്തനം വരുമ്പോഴാണ് നമുക്കെല്ലാം ഒരു മികവുള്ളതായി മാറുന്നത്. തീർച്ചയായിട്ടും അങ്ങനൊരു ആലോചന എടുത്ത കാലഘട്ടത്തിൽ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് അതിന്റെ വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് അതിന്റെ തുടർച്ചയായിട്ട് ഭക്ഷണം എല്ലാ ചൊവ്വായും വെള്ളിയും ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുകയാണ്. ക്ലബ് സെക്രട്ടറി GR രണദിവെ, ജോയിന്റ് സെക്രട്ടറി പ്രസാദ്, ഡോക്ടർ ലക്ഷ്മി കൃഷ്ണൻ, ലാബ് ടെക്നീഷ്യന്മാരായ സൂര്യ, നിഖില തുടങ്ങിയവർ സംസാരിച്ചു. ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെമ്പുംപുറത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് 23 വർഷം പൂർത്തീകരിക്കുന്നു. സുമനസ്സുകളുടെ സഹായ സഹകരണത്തോടെ നാട്ടിലെ പല സന്നദ്ധ പ്രവർത്തനങ്ങളും ക്ലബ്ബ് ഏറ്റെടുക്കാറുണ്ട്. ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജന്മദിന ആഘോഷങ്ങൾ സെപ്റ്റംബർ 5 മുതൽ 19 വരെ നടത്തുമെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫറഹ് മിലാദ് എന്ന പേരിലാണ് വിവിധ പരിപാടികൾ. 5 വ്യാഴാഴ്ച രാവിലെ 9-ന് മക്കാം നഗറിൽ ടൗൺ പള്ളികളിലെ ഇമാമുമാരുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് മൗലിദ് സദസ്സ് ഒരുക്കും. 6 വൈകിട്ട് 1-ന് സയ്യിദ് പൂക്കോയ തങ്ങൾ ചരിത്ര സെമിനാർ EMS മുനിസിപ്പൽ ഗ്രൗണ്ടിൽ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. 7 ശനിയാഴ്ച വൈകുന്നേരം 4-ന് EMS സ്റ്റേഡിയം ഗ്രൗണ്ടിൽ മൗലിദ് പാരായണവും മീലാദ് കോൺഫറൻസും നടക്കും. ഉസ്താദ് ബാദ്ഷാ സഖാഫി വർഷങ്ങളായി ആലപ്പുഴ നഗരത്തിൽ നടത്തിവരുന്ന മദ്ഹ് പ്രഭാഷണങ്ങളുടെ 25ാം വാർഷിക പരിപാടിയായിട്ടാണ് മീലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. PS ഹാഷിം സഖാഫിയുടെ അധ്യക്ഷതയിൽ KC വേണുഗോപാൽ MD ഉദ്ഘാടനം ചെയ്യും. ഉസ്താദ് PK ബാദ്ഷാ സഖാഫി മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്തും. സെപ്റ്റംബർ 5 വ്യാഴാഴ്ച രാവിലെ 9-ന് മഖാം നഗറിൽ ആലപ്പുഴ ടൗൺ പള്ളികളിലെ ഇമാമുമാരുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് മൗലിദ് സദസ്സ് ഒരുക്കും. 6-ന് വൈകുന്നേരം 4-ന് സയ്യിദ് പൂക്കോയത്തങ്ങൾ ചരിത്ര സെമിനാർ ആലപ്പുഴ EMS മുനിസിപ്പൽ ഗ്രൗണ്ടിൽ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 7 ശനിയാഴ്ച വൈകുന്നേരം 4-ന് EMS സ്റ്റേഡിയം ഗ്രൗണ്ടിൽ മൗലിദ് പാരായണവും മീലാദ് കോൺഫറൻസും നടക്കും. 8 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 7-ന് മഖാം നഗറിൽ മതപ്രഭാഷണ പരമ്പര ഉണ്ടായിരിക്കും. 19-ന് വൈകുന്നേരം 4-ന് സയ്യിദ് പൂക്കോയത്തങ്ങൾ 60ാം ആണ്ട് നേർച്ച സമാപന സമ്മേളനം MA അബ്ദുൾ റഷീദ് മദനിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഹസൻ തങ്ങൾ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. ദുആയ്ക്ക് സയ്യിദ് PMSA ആറ്റക്കോയത്തങ്ങൾ നേതൃത്വം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. അത്തപ്പൂക്കളങ്ങൾക്ക് വർണ്ണം ചാർത്താൻ കുടുംബശ്രീ വനിതകളുടെ കഠിനാധ്വാനത്തിൽ മാന്നാറിൽ ബന്ദിപ്പൂക്കൾ പൂത്തുലഞ്ഞു. കുട്ടമ്പേരൂർ നാലേക്കാട്ടിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ബന്ദിപ്പൂ കൃഷി. മാന്നാർ പഞ്ചായത്ത് 16-ാം വാർഡ് സൗഭാഗ്യ കുടുംബശ്രീയിലെ വിനായക ഫ്ലവേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 17 വനിതകളുടെ 1 മാസക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് നയനമനോഹരമായ ബന്ദിപ്പൂ പാടം ഒരുക്കിയത്. കുട്ടമ്പേരൂർ നാലേകാട്ടിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ബന്ദിപ്പൂ കൃഷി. കോയിക്കൽ മുക്കിന് തെക്ക് കുറ്റിയിൽ ശ്രീദുർഗ ദേവീക്ഷേത്രത്തിന് സമീപവും നാലേക്കാട്ടിൽ ക്ഷേത്രത്തിന് സമീപവുമായി 2 ഇടങ്ങളിലായി 1 മാസം മുമ്പ് നട്ടുവളർത്തിയ 1000-ഓളം ബന്ദിത്തൈകൾ വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പൂക്കൾ ഇത്രേ ആയതിൻ്റെ കാരണം ഞങ്ങളുടെ 17 പേരുടെ ഒരുപോലുള്ള കഷ്ടപ്പാടാണ്. ദൈവത്തിന് നന്ദി പറയുന്നു, ഇങ്ങനെ ഒരു കൃഷി ഞങ്ങൾക്ക് ഫലവത്തായി തന്നതിന്. പിന്നെ പഞ്ചായത്തിനും പിന്നെ ഞങ്ങൾക്ക് സബ്സിഡി 6400 രൂപ ഉണ്ട്. അത് തന്ന പഞ്ചായത്തിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. 16-ാം വാർഡിലെ സൗഭാഗ്യ കുടുംബശ്രീയിലെ 17-അംഗ സംഘം 1 മാസമായി ബന്ദികൃഷി പരിപാലനത്തിലാണ്. എല്ലുപൊടിയും ചാണകവും നടുന്ന വേളയിൽ ഉപയോഗിച്ചത് മാത്രമാണ് വളപ്രയോഗമെന്ന് സംഘത്തിന്റെ മേറ്റായ മായ പറഞ്ഞു. ഒരു ചെടിയിൽ 30 മുതൽ 35 വരെ ബന്ദിപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വേണ്ടത്ര പൂക്കൾ ലഭിക്കാത്തതിനാൽ വെയിലും മഴയും നല്ല രീതിയിൽ ലഭിക്കുന്ന വിശാലമായ സ്ഥലം കണ്ടെത്തി വേണ്ട ഒരുക്കങ്ങളോടെയാണ് ഇത്തവണ കൃഷി ഇറക്കിയതെന്ന് മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാർ മാവേലിക്കര പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ 50,000 രൂപ വകയിരുത്തി 1 ഏക്കറിന് 6400 രൂപ വീതം സബ്സിഡിയായി നൽകിയാണ് ബന്ദിപ്പൂ കൃഷി വിഭാവനം ചെയ്തത്.
ഇത്തവണ 3 വാർഡുകളിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷി അടുത്ത വർഷം മുഴുവൻ വാർഡുകളിലും വ്യാപിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു. 16-ാം വാർഡിലെ സഹോദരിമാർ ഈ പൂക്കൃഷിയെ വളരെ നല്ല രീതിയിൽ വരവേറ്റുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ വലിയൊരു പൂന്തോട്ടം നമ്മുടെ മുന്നിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. ഈ സഹോദരിമാരോട് എല്ലാവരോടും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഓണത്തിന് നമ്മൾ മറ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പൂക്കൾ വരുത്തി ഇടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മുറ്റത്ത് തന്നെ ഇത്തരം ഒരു പൂന്തോട്ടം നിർമ്മിച്ച് നൽകുവാൻ അവർ കാണിച്ച അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇനിയും അടുത്ത വർഷങ്ങൾ ഇതിൽ കൂടുതൽ നേരിടും. ഇപ്പം ഇവർ തന്നെ മറ്റൊരു പ്ലോട്ടിലും മഞ്ഞ ബന്ദി കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കൃഷിയും അടുത്ത വർഷം ആകുമ്പോഴേക്കും നല്ല കൂടുതൽ ഏരിയ എടുത്തുകൊണ്ട് വലിയൊരു പദ്ധതിയാക്കി മാറ്റണമെന്നും. ബന്ദിപ്പൂക്കൾക്ക് വിപണിയിൽ 300 രൂപയിലധികം വില ലഭിക്കുമെന്ന് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ VR ശിവപ്രസാദ് പറഞ്ഞു. അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായി പൂക്കൾ വിപണിയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. നമ്മുടെ സഹോദരിമാർ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പൂന്തോട്ടം നിർമ്മിക്കുകയും ഓണത്തിന് വിഷമില്ലാത്ത പൂക്കൾ നമ്മുടെ നാടിന് നൽകാൻ അത്തപ്പൂക്കളെ വിടുന്നതിനും മറ്റും ഇടുവാൻ വേണ്ടി അവർ പ്രയത്നിച്ചതിൻ്റെ ഫലം വളരെയധികം ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ വിപണനം ആവശ്യക്കാരിവിടെ വന്ന് അത്തപ്പൂക്കളത്തിന് വേണ്ടി സമീപ പ്രദേശങ്ങളിൽ മേടിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ മറ്റൊരു ഫ്ലോട്ടിലാണ് ചെയ്തത്. പൂവിൻ്റെ മാർക്കറ്റ് നമ്മൾ കണ്ടെടുക്കുന്ന കായംകുളം മാർക്കറ്റിൽ ഈ പൂ വിപണനം ചെയ്യുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബന്ദിപ്പൂ കൃഷി വൻ വിജയമായതോടെ അടുത്ത വർഷം മുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും തീരുമാനം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.